സാറേ, ഈ നരേന്ദ്രമോദി സൂക്ഷിക്കണം. കാരണം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ചു. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി നമുക്ക് വേണമെങ്കിൽ പറയാം. മോദി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തു പറയുന്നു? അല്ല, ഇതിൻ്റെ ഒരു ഷെയ്ഖ് ഹസീനൊക്കെ വെറും ജസ്റ്റ് ഒരു ഇര മാത്രമാണ്. അത് അൾട്ടിമേറ്റ് ടാർഗറ്റ് മോഡിയാണ്. മോഡി എന്ന് വെച്ചാൽ ഇന്ത്യയാണ് ടാർഗറ്റ്. ഇന്ത്യയിൽ ശക്തരായിട്ടുള്ള നേതാക്കന്മാർ വരുമ്പോൾ ഇവർക്ക് എപ്പോഴും തലവേദനയാണ് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ. നമ്മൾ ഈ പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്ന പോലെ ചൈനയും പാകിസ്ഥാനും നല്ല നമ്മുടെ ഇമ്മീഡിയറ്റ് ശത്രുക്കൾ. അത് ഇമ്മീഡിയറ്റ് ശത്രുക്കൾ നമുക്ക് തോന്നുന്നതാണ്. പാകിസ്ഥാൻ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ റൈവൽറി ഉണ്ട്. ചൈനയായിട്ട് നമുക്ക് ചില സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഉണ്ട്, ശരിയാണ്. പക്ഷെ നമ്മളെ ഒരു ഇക്കോണമി നമ്മളെക്കാട്ടും അസസ് ചെയ്തിരിക്കുന്നത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളാണ്. അത് നമ്മളെ റിസോഴ്സസ്, നമ്മുടെ മാൻ പവർ, ഇൻ്റർനാഷണലി നമുക്ക് വളർന്നു വരുന്ന ക്ലൗട്ട്, ഇതൊക്കെ അവർക്ക് പേടിയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം വെച്ചാൽ നമ്മളൊരു റെസിസ്റ്റൻസ് വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ സാമ്പത്തികമായിട്ട് അവരോട് സഹകരിക്കും. പക്ഷേ ദേശീയതയുടെ കാര്യം വരുമ്പോൾ, സംസ്കാരത്തിൻ്റെ കാര്യം വരുമ്പോൾ കോംപ്രമൈസ് ഇല്ല. പ്രധാനമായി ചൈനക്കാരൻ അതല്ല. ചൈനക്കാരൻ അവർക്ക് നമ്മളെപ്പോലെ മഹത്തായ കൾച്ചറുള്ള രാജ്യമാണ്. സാംസ്കാരികമായൊരു കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞു. ചൈനക്കാരൻ്റെ സംസ്കാരത്തെ വെസ്റ്റേൺ സിവിലൈസേഷൻ പതുക്കെ അവർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഡ്രസ് കോഡാണൊക്കെ നിങ്ങൾ ഷീൻ്റെയൊക്കെ ഡ്രസ് കോഡ് ചൈനക്കാരൻ്റെ ഡ്രസ് കോഡാണ് അല്ല. എന്നാൽ നരേന്ദ്രമോദിയുടെ ഡ്രസ് കോഡ് ഇന്ത്യൻ ഡ്രസ് കോഡാണ്. ഇന്ദിരാഗാന്ധിയുടെ ഡ്രസ് കോഡ്, സുഷമാ സ്വരാജിൻ്റെ, നമ്മുടെ അഹമ്മദി തോറ്റ നടിയുണ്ടല്ലോ, സ്മൃതി ഇറാനി, ഇതൊക്കെ നോക്കൂ, ഇന്ത്യനാണ്. നമ്മളൊരു കൾച്ചറൽ ഓൾട്ടർനേറ്റീവ് വെസ്റ്റേൺ സിവിലൈസേഷൻ എതിരെ വിൽക്കുന്നവരാണ്, അറബികളെ പോലെ. അപ്പോൾ എന്നാൽ അറബികളെ പോലെ നമ്മൾ ചീത്തപ്പേര് കേൾപ്പിക്കുന്നില്ല. നമ്മളെല്ലാം കാലത്തും ഏറ്റവും റെസ്പെക്റ്റഡായ ആളുകളാണ്. മുമ്പത്തെ പോലെ നമ്മൾക്കിടെ അത്ര അനൈക്യപ്പില്ല. ചെറിയ രാജ്യങ്ങളായി പരസ്പരം അടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവർക്ക് പേടിയാണ്. നമുക്ക് ആകെ അല്ലാതെ പെട്രോളിയം മാത്രമാണ്. അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ഇപ്പോൾ EVs ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ EVസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ നമ്മുടെ കമ്പനികളാണ്. ടാറ്റ, അതുപോലെ തന്നെ മഹീന്ദ്രയൊക്കെയാണ്. അപ്പോൾ ഇവരത് നമ്മളെക്കാളും മുൻകൂട്ടി കാണുന്നുണ്ട്. പിന്നെ നമ്മളെ പല റിസോഴ്സസും ഇതുവരെ പൂർണ്ണമായും നമുക്ക് ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ തോറിയം നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഏറ്റവും കൂടുതൽ കാറ്റ് ഉള്ളൊരു പ്രദേശമാണ് നമ്മളുടെ. അത് നമുക്ക് പൂർണ്ണമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ പൂർണ്ണമായ രീതിയിൽ ഉയർത്തിപ്പെടും. സ്വന്തമായ ഇക്കോണമി ഉള്ള ഒരു രാജ്യം, ആ രാജ്യം ശക്തമായൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അണ്ടറിൽ ഒരു ശരീരവും ഒരു മനസ്സുമായി നിൽക്കുമ്പോണ്ടല്ലോ, അത് ഇവർക്ക് പേടിയാണ്. ബോംബിട്ട് നശിപ്പിക്കുന്നതിന് കാര്യമില്ല. എത്ര 100 കോടി ആളുകൾ അവർ ബോംബിടും. ആറ്റം ബോംബൊക്കെ കഴിയുണ്ട്. അവരിടണമെന്ന് വിചാരിച്ചാൽ നമ്മളതിൽ ഈ സാധനമുണ്ട്, അവിടേക്ക് എത്തിക്കാനുള്ള സാധനമുണ്ട്. അത് നമ്മൾ രഹസ്യമായിട്ട് വെക്കുന്നുണ്ട്, രഹസ്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഈ പറയുന്ന സഖ്യകക്ഷി ഗവൺമെൻറ്റുകളും ഫ്രാക്ചേർഡ് മെജോറിറ്റിയൊക്കെ വന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിൽ ആരെങ്കിലുമൊക്കെ വിലക്കെടുത്ത് ഇവർ കാര്യങ്ങൾ തീരുമാനിക്കും, നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഇവർക്ക് വേണ്ടത് ജപ്പാനെ പോലെ നമ്മുടെ സാമ്പത്തിക ശക്തിയാകുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം ജപ്പാൻ സാമ്പത്തിക ശക്തിയാകുന്ന അവർക്ക് പ്രശ്നമുണ്ടല്ലോ. അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ പുനർനവീകരിക്കപ്പെട്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അവരുടെ പ്രശ്നം നമ്മൾ പൊളിറ്റിക്കൽ പവർ കൂടിയാണ്. ഈ റീജിയനിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പവർ, ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് പവർ നമ്മളാണ്. ചൈന ഡെമോക്രസി അല്ലല്ലോ. അല്ല. അപ്പോൾ ഇതൊക്കെ ഇവരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അവർ ടാർഗറ്റ്. മാത്രമല്ല നമ്മുടെ ജനാധിപത്യം സുസ്ഥിരമാണ്. പിന്നെ നമ്മുടെ ഒരു ഇന്ദിരാഗാന്ധി അവർ ടാർഗറ്റ് ചെയ്തത് അതുകൊണ്ടാണ്. നെഹ്റുവിന് അവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ടി വന്നില്ല. നെഹ്റു ഒരു റൊമാൻറ്റിക് ആയതുകൊണ്ട് ഒരു പ്രത്യേക രീതി. റൊമാൻറ്റിക് എന്ന് വെച്ചാൽ സ്ത്രീകളായിട്ടുള്ള ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു കാൽപ്പനികരായിരുന്നു. കാൽപ്പനികരായ ആളുകൾ, ഡ്രീമേഴ്സ് ആയ ആളുകൾ നമുക്ക് എവിടെങ്കിലും വെച്ച് പിടിക്കാൻ പറ്റും. നെഹ്റുവിന് ചൈന വെച്ച് നെഹ്റുവിന് പണിയും കൊടുത്തു. പക്ഷേ മോഡി അങ്ങനെയല്ല. മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അസസ് ചെയ്യുന്നുണ്ട്. കൃത്യമായി എന്ന് വെച്ചാൽ ആരെയും പിണക്കുന്നില്ല എന്നാൽ പറയേണ്ട അടുത്ത് കാര്യങ്ങൾ കൃത്യമായി മോഡി പറയുന്നുണ്ട്. പിന്നെ മോഡി റിയലിസ്റ്റിക് ആണ്. ഇന്ദിരാഗാന്ധി റിയലിസ്റ്റിക് ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് റിയലിസ്റ്റിക് ആയിരുന്നു. അവർ കൃത്യമായ സമയത്ത് അടിയന്തരാവസ്ഥ പിൻവലിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ആ സമയം കൊല ചെയ്യപ്പെടുകയായിരുന്നു. ആ സമയം കൊല ചെയ്യപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, ജയിലിൽ വെച്ചിട്ട് ആ പേരും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ മൊത്തം കൊല ചെയ്യപ്പെടും. പിന്നെ ഈ 2ാം ഘട്ട നേതാക്കന്മാരുടെ കയ്യിൽ ഭരണം ഇവരുടെ കയ്യിൽ പോകും. അത് റഷ്യ ആണെങ്കിൽ റഷ്യ, അമേരിക്ക ആണെങ്കിൽ ഇത് ആരാന്ന് നമുക്കറിയില്ല. ഇവരൊക്കെ ഇതിൽ കൃത്യമായി നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇത് പിന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹസീനെ പുറത്താക്കാൻ കളിച്ചതാരായിരിക്കും? അമേരിക്ക. അപ്പോൾ അവർ തന്നെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നെ അവരാണല്ലോ ഈ ലോകത്ത് ഇക്കോണമിയെയും രാഷ്ട്രീയത്തെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വാൾ സ്ട്രീറ്റാണ്. ഈ വാൾ സ്ട്രീറ്റിനെയാണ് അമേരിക്ക റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവർ ആ മതത്തിന് മതം ഉപയോഗിക്കും.
രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം ഉപയോഗിക്കും, ജാതിക്ക് ജാതി ഉപയോഗിക്കും, അതെന്തും അവർ ഉപയോഗിക്കും. ഈ ഒരു ഈ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഈ ഷെയ്ഖ് ഹസീന. സ്ട്രാറ്റജിക്കലായ പ്രദേശം, ചെറിയ രാജ്യമാണെങ്കിൽ പോലും നമ്മളെ ഒന്നെന്ന് വെച്ചാൽ ഈ പ്രശ്നബാധിതമായ നോർത്ത് ഈസ്റ്റോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ആ ഒരു പ്രദേശത്ത് അമേരിക്കയുടെ പൂർണ്ണ ആധിപത്യത്തിലുള്ള രാജ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മ്യാൻമാർ ബുദ്ധിസ്റ്റ് കൺട്രിയാണ്, അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല കോർ ഇഷ്യൂസിൽ. ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യമാണ്, അത് ഇസ്ലാമിക രാജ്യം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ്, അവരും കോംപ്രമൈസ് ചെയ്യില്ല, ഇന്ത്യ കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം, കിഴക്കൻ തുന്നൂർ പോലെ ഒരു രാജ്യം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യം വേണം. അതിന് അവർ ക്രിസ്ത്യാനിറ്റി എന്ന് പേര് കൊടുക്കും, കാരണം ഫണ്ടൊക്കെ അങ്ങനെ സംഘടിപ്പിക്കാമല്ലോ. ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ ഫണ്ടുണ്ടല്ലോ, അത് മതത്തിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനിറ്റി ഒരു വലിയ ബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ബോർണും ക്രിസ്ത്യൻ എന്നൊക്കെ തോന്നും. ഇവർ അമേരിക്കൻ താല്പര്യമാണ്. അതിപ്പോൾ ഇസ്ലാമാണ് ഗുണമെങ്കിൽ അത് ഉപയോഗിക്കും. ഇപ്പോൾ കാരണം വെച്ചാൽ അവിടെ ക്രിസ്ത്യാനിറ്റീനെ അവർ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റൊക്കെ. അപ്പോൾ ഇതിനെ അങ്ങനെ കർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ രാജ്യത്തെ വെച്ചുകൊണ്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാം, ചൈനയെയും കൺട്രോൾ ചെയ്യാം, വേണേൽ ബംഗ്ലാദേശിനെയും കൺട്രോൾ ചെയ്യാം. ഇന്ത്യൻ ഓഷനിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ബംഗാൾ ഉൾക്കടലിൻ്റെ മൊത്തം ഗതാഗതത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഈസ്റ്റ് തിമൂറിൽ സംഭവിച്ചത്. ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ഷെയ്ഖ് ഹസീനെ തീർക്കുമ്പോൾ എന്താ സംഭവിച്ചത്, ഓൾറെഡി ഇന്ത്യൻ അല്ലെങ്കിൽ പോലും അതിശക്തമായ ദേശീയവാദിയായിരുന്നു രജപക്ഷ. അയാളെ തീർത്തത് അവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. പക്ഷേ അന്ന് ആ സാധ്യത മുതലെടുത്തു. അതുപോലെ നമ്മുടെ വേറൊരു അടുത്ത ഫ്രണ്ടായിരുന്നു അവരെ തകർത്തു, ഷെയ്ഖ് ഹസീനെ തകർത്തു. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മൾ സദേൺ ബോർഡറിൽ പുലികൾ ഇനിയുണ്ട്. പുലികൾ നാളെ റിവൈവ് ചെയ്ത് വരാം. ഇവരൊക്കെ റൂട്ട്സ് പല സ്ഥലത്തും കിടക്കുന്നു, തമിഴ് പുലികൾ സൈലന്റ് ആയിട്ട് സ്ലീപ്പർ സെല്ലുകളുണ്ട്. അവന്മാർ റിവൈവ് ചെയ്ത് വരാം. സൗത്തിൽ നമുക്കൊരു ഭീഷണിയായി. നമ്മുടെ ഈസ്റ്റേൺ ബോർഡർ നമുക്കിപ്പോൾ ഒരു ഹെഡേക്ക് അല്ല. നമ്മുടെ നോർത്തേൺ ബോർഡർ ആൻഡ് വെസ്റ്റേൺ ബോർഡറാണ് നമുക്ക് ഹെഡേക്ക്. ഇവിടെ ഹെഡേക്ക് വരും. ഇവിടെ ഹെഡേക്ക് വന്ന ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ട് പോകേണ്ടി വരും. നമ്മൾ 4 സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഇമ്മീഡിയറ്റ് ത്രെറ്റായിട്ടുള്ള പാകിസ്ഥാനും ചൈനയും നമുക്ക് വിടേണ്ടി വരും. അപ്പം അവിടുത്തെ നമ്മുടെ പ്രതിരോധം ദുർബലമാവും. നമ്മളെ കൂടുതൽ കാശ് എന്തിനു വേണ്ടി ചിലവാക്കി, ആംസ് റൈസിനും ഡിഫൻസിനും ചിലവാക്കേണ്ടി വരും. അപ്പം ജനങ്ങൾക്ക് നമ്മൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന അലൊക്കേഷൻ കുറയും. അപ്പം ജനങ്ങൾ അൺട്രസ്റ്റ് വരും. ഇത് വല്ലാത്തൊരു പ്ലാനാണ്. നമ്മളെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാഷൻസിന് ഓരോ നേപ്പാൾ ഓൾറെഡി കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഒരു ഐക്യമായിട്ടുണ്ട്, ആൻറ്റി ഇന്ത്യൻ. അപ്പോൾ ആ മോഡി വന്നുകൊണ്ടൊന്നല്ല, അവിടെ ആൻറ്റി ഇന്ത്യൻ നിലപാടാണ്. ആൻറ്റി ഇന്ത്യൻ ആ രാജ്യം വെടിവെച്ച് വന്ന രാജവംശമല്ലേ, അവരപ്പോ ഇന്ത്യനായിരുന്നു. അതിനുശേഷം വന്നവന് ഇന്ത്യനോടല്ല താല്പര്യം. അയാളുടെ ചേട്ടൻ വന്നില്ലേ, ആ ചൈനയോടായിരുന്നു. ഇനി അയാൾ മാറ്റി മാവോയിസ്റ്റ് വന്നു. മാവോയിസ്റ്റ് പിന്നെ ആരോടായിട്ടാണ് അഫിനിറ്റി നമുക്കറിയാലോ. ഒരാളൊക്കെ ഇന്ത്യനോടായിരുന്നു അഫിനിറ്റി, പക്ഷെ ഇവർക്ക് അങ്ങോട്ടാണ്. അപ്പം ആൻറ്റി ഇന്ത്യനാക്കി മാറ്റിയ രാജ്യത്തെ ഒരേ ഒരു ഹിന്ദു രാജ്യമായിരുന്ന രാജ്യമാണ്, അതിനെ ആൻറ്റി ഇന്ത്യനാക്കി മാറ്റി. അപ്പം നമ്മളെ എൻസർക്കിൾ ചെയ്യുകയാണ്. എങ്ങനെയാണ് റഷ്യനെ എൻസർക്കിൾ ചെയ്തത് നാറ്റോ? ഓരോരോ രാജ്യങ്ങളും നാറ്റോയുടെ ബേസ് സ്ഥാപിച്ച്, അങ്ങനെയാണ് ഉക്രൈൻ അവർ ആക്രമിക്കേണ്ടി വന്നത്. അവസാനം ഉക്രൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മോസ്കോ അപകടത്തിലാവും. അപ്പോൾ ഈ രീതി നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഒരു ബഫറായി നിന്ന രാജ്യങ്ങളെ മൊത്തം അവർ പല രീതിയിൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കൊരു ത്രെറ്റാണ്. ഇനി ഇവിടെ ദുർബലമായ ഭരണാധികാരിയാണ് കാര്യങ്ങൾ അവർക്ക് എളുപ്പമാണ്. ഇവിടെ അതിന് മോഡി ശക്തനാണ്, അയാൾക്ക് കുടുംബമല്ല, അയാളെ സൺസ്ട്രോക്ക് പെടുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായതുപോലെ ഭീഷണി മോഡിക്ക് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ മോദി അതിനെ അതിജീവിക്കും. മോദിയുടെ അടുത്ത് പണി നടക്കത്തില്ല. പണി നടക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഒരുത്തൻ നോച്ച് കയറ്റിയാൽ പോരെ. അപ്പം ആർഎസ്എസിൻ്റെ ഒരു കണ്ണുണ്ട്, അതുകൊണ്ട് അത്ര എളുപ്പമല്ലത്. ആർഎസ്എസിൻ്റെ ഈ സെക്യൂരിറ്റിക്ക് അപ്പോൾ അന്നത്തെ ഇന്ദിരാഗാന്ധി കണ്ട് ഇപ്പം നമ്മുടെ സെക്യൂരിറ്റി വിങ് വളരെ സ്ട്രോങ് ആണ്, SPG. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ കിട്ടുന്ന സെക്യൂരിറ്റിയാണ് നമ്മളെ പ്രധാനമന്ത്രി കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നതിന് ഇതിനെല്ലാം RSSൻ്റെ ഒരു കണ്ണുണ്ട് എല്ലാത്തിലും. RSSൻ്റെ നെറ്റ്വർക്ക് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം എന്നുള്ള നെറ്റ്വർക്കാണ്. മൊസാദിൻ്റെ സപ്പോർട്ടുണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല. ഇവർക്ക് മൊസാദിൽ CIA-ക്ക് സാധ്യതയുണ്ടല്ലോ, താല്പര്യമുണ്ടല്ലോ, പറയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ച്, മോഡിക്ക് അറിയാതെ, മോഡി അതുകൊണ്ടാണ് ഒരേ സമയം റഷ്യനും പണക്കുന്നില്ലല്ലോ മോഡി. അപ്പോൾ ഇൻ്റലിജൻസ് കിട്ടുമോ, ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ലോകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പങ്കാളി പിന്നെ അമേരിക്കക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളിൽ, നോൺ ഇസ്ലാമിസ്റ്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ അമേരിക്കക്കെതിരെ മോഡിയാണ്. മോഡി എന്നാൽ അമേരിക്കക്കെതിരുമല്ല. വി ആർ റെഡി ഫോർ എ കോപ്പറേഷൻ, ബട്ട് വി വിൽ നോട്ട് നീൽ ഡൗൺ. അത് നമുക്ക് പറ്റില്ല.
നമുക്ക് ചെയ്യില്ല, നമ്മൾ പിന്നെ മുട്ടിൽ ചെയ്യില്ല അമേരിക്കയുടെ മുന്നിൽ. അത് നമ്മുടെ നിലപാടാണ്. അത് വളരെ കൃത്യം. അതായത് നമ്മൾ പിന്നെ ഓയിൽ മേടിച്ച സമയത്തും പുട്ടിനെ പോയി കെട്ടിപ്പിടിച്ച സമയത്തും അത് നമ്മൾ വളരെ കൃത്യമാണ്. വി ആർ നോട്ട് എ സബോർഡിനേറ്റ് ഓഫ് എനി വൺ. അത് വളരെ കൃത്യമായി അസേർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ പറയുന്ന ഒരു ഭരണാധികാരി അവർക്ക് തലവേദന. ഇപ്പം മോഡി നടത്തിയ അടുത്ത യോഗിയാണ്. യോഗി ഇങ്ങനെ തന്നെ, അമിത്ഷാ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ കൂട്ടത്തിൽ അല്ലെ രാജ്നാഥ് സിംഗും ഇങ്ങനെ തന്നെയാണ്. ഈ കൂട്ടത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പോലും ഇല്ല. അതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. അമേരിക്കയുടെ പ്രശ്നം. അമേരിക്ക ബിസിനസ്സേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് ബിസിനസ് മാത്രമേ ഉള്ളൂ. വാൾസ്ട്രീറ്റിൻ്റെ ബിസിനസ്സേ ഉള്ളൂ. ആ വാൾസ്ട്രീറ്റിൻ്റെ ബിസിനസ്സിനെ സംരക്ഷിക്കാനുള്ള ഗുണ്ടാ സെറ്റപ്പാണ് അവിടെയുള്ള സൈന്യം. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ റഷ്യൻ ഇടപെടുന്ന പോലെ അല്ല. അമേരിക്ക സ്വന്തമായി കളിച്ച ഒരു ഹിസ്റ്ററി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതെ, മനസ്സിലായോ? സ്വന്തമായി മാത്രമല്ല ഇപ്പോൾ താമസിക്കുന്നവർ യഥാർത്ഥത്തിൽ അമേരിക്കക്കാരും അല്ല. ഒരു ഹിസ്റ്ററി പോലും ഇല്ലാത്ത രാജ്യമാണ്. അവർ ക്രിസ്ത്യാനിറ്റിയൊക്കെ അവർ ഉപയോഗിക്കുന്നു. റോം എങ്ങനെ ക്രിസ്ത്യാനിറ്റി ഉപയോഗിച്ചത്? ജീസസ് പറഞ്ഞത് എന്താ? റോമിൽ നിലനിന്നിരുന്നത് എന്താ? റോം എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഉപയോഗിച്ചത്? അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഗുണം കിട്ടിയെന്നുള്ളത് സത്യമാണ്. ക്രിസ്ത്യാനിറ്റി ലോകമതമായി മാറുന്നത് റോമിന് വലിയൊരു പക്ഷേ ആത്യന്തികമായി ജീസസും സീസസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതാണ് അതിൻ്റെ കാര്യം.